നമുക്കൊരു നിമിഷം പരിശുദ്ധാത്മാവേ, സഹായകനായ ദൈവമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് സൗഖ്യം നൽകുന്ന, വിടുതൽ നൽകുന്ന, ദൈവേഷ്ടത്തിന് ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിലും ഒന്ന് നിറയണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിലും പരിശുദ്ധ അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവേ, സഹായകനായ ദൈവമേ, അങ്ങ് വന്ന് വസിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായിലെ സ്നേഹമുള്ളവരെ, നമ്മുടെ ഏതെങ്കിലും ഒരു ധ്യാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷയുടെയോ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്ത് സംസാരിക്കാനായിട്ട് ദൈവം അവസരം നൽകുമ്പോൾ മനസ്സിലെ ഉറപ്പുള്ള ഒരു ബോധ്യം എന്ന് പറയുന്നത്, മുമ്പോട്ട് നോക്കുമ്പോൾ വലിയ പ്രതീക്ഷ പറ്റിയ കണ്ണുകൾ, പ്രാർത്ഥിച്ച് മടുത്ത മനസ്സുകൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി നാളുകൾ അലഞ്ഞതിൻ്റെ ക്ഷീണമുള്ളവർ, അവരെയൊക്കെ കാണുമ്പോഴും വലിയ പ്രത്യാശയോടെ, വലിയ സന്തോഷത്തോടെ അവരുടെ മുൻപിലെ കർത്താവിൻ്റെ വചനം പറയാൻ ഈശോയുടെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാനിതുപോലെ വന്നിരുന്ന ഒരാളാണ് എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ സുവിശേഷങ്ങളിലും പഴയ നിയമങ്ങളിലും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചില കാത്തിരിപ്പുകൾ ദൈവം അനുവദിക്കുന്നത്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ദൈവം വൈകുന്നത്, ആ നിയോഗത്തിൻ്റെ മേൽ, ആ ചോദ്യത്തിനെ മേൽ ദൈവത്തിന് ഒരു നമ്മളുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ, മാനുഷിക വിചാരങ്ങൾക്ക് പിടികിട്ടാത്ത ഒരു മനോഹരമായ ഒരു പദ്ധതിയുണ്ട് എന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ്. അബ്രാഹത്തിൻ്റെയും സാറയുടെയും ജീവിതത്തിലും നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്ന അന്ന യോവാക്കീം ദമ്പതികളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഉത്തരം നൽകാൻ വൈകിയതിൻ്റെ കാരണം അവർ ചോദിക്കുന്ന ചോദ്യത്തിനെ, അവര് സമർപ്പിക്കുന്ന നിയോഗത്തിനെ, അവർക്കുള്ളതിനേക്കാൾ മനോഹരമായ ഒരു പദ്ധതി, അവർക്കുള്ളതിനേക്കാൾ മനോഹരമായ ഒരു പ്ലാൻ ദൈവത്തിനുള്ളത് കൊണ്ടാണ്, തമ്പുരാനുള്ളത് കൊണ്ടാണ്. അത് നമുക്ക് പിടികിട്ടുന്നത് ഒരുപാട് നാള് മുമ്പോട്ട് സഞ്ചരിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് പൗലോസിലേക്ക് പറയുന്നത്, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഈ ദൈവഹിതം നമ്മൾ ജീവിത നിയമമാക്കി മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയുള്ളവരാകാം. നമ്മെ ഈ ആലയത്തിലേക്ക് നയിച്ച ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഓർത്ത്, നമ്മളുടെ ജീവിതത്തിലുള്ള ഉത്തരമില്ലാത്ത ചോദ്യങ്ങളെ ഓർത്ത്, എല്ലാ ഉള്ളൊരുക്കങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. വളരെ മനോഹരമായ, വളരെ അമേസിംഗ് ആയ ഒരു ഉത്തരം ഈ നിയോഗങ്ങളെ കുറിച്ച് ദൈവത്തിനുണ്ട്. അതിനോർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് വലതുകരം ഉയർത്തി ഒരു 3 ഹല്ലേലൂയ ഉറക്കെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അല്ലെ, ഞാനിതുപോലെ കൈ പോർത്തി പറയിപ്പിച്ചാണ് അച്ഛന്മാരെ. അപ്പോൾ നമ്മൾ ചെയ്യണ്ടേ അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ, നമ്മളോട് ചെയ്തതൊക്കെ നമ്മളും തിരിച്ച് ചെയ്യണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. പക്ഷെ അതിനകത്തൊക്കെ ഒരു കൃപയുണ്ടെന്നേ, അതുകൊണ്ടാണ്, വെറുതെ അല്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗത്തെക്കുറിച്ച് ഒരു കുഞ്ഞു കാര്യം വിചിന്തനത്തിനായിട്ട് പറഞ്ഞ് നമുക്ക് ഈ വിശുദ്ധ ബലി തുടരാം. ഇവിടെ ഈശോ അത്തിമരത്തെ ശപിക്കുന്ന
വചനഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈശോയുടെ സ്വഭാവം അനുസരിച്ച് സുവിശേഷങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും, മനുഷ്യന്റെ ബുദ്ധിക്ക് നഷ്ടമായി തോന്നുന്ന, വളരെ ഭീമമായ ഒരു നഷ്ടം മനുഷ്യനെ തോന്നുന്ന ചില പരിപാടികൾ ഈശോ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നത്, ഒരു 2000 പന്നികൾ ഇങ്ങനെ കടലിലേക്ക് ചാവാൻ വേണ്ടി പാഞ്ഞു പോകുമ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ എന്താ ചെയ്തേ? എടാ പിടിക്കടാ, ഒരു 10 എണ്ണത്തിനെങ്കിലും പിടിച്ചു കേട്ടടാ എന്നാണ് പറഞ്ഞേ. എന്താ ചെയ്തേ? ഈശോ നോക്കി നിന്നു. നല്ല സ്പീഡിലാണല്ലോ പോണേ. ബൈബിളൊക്കെ വായിക്കാറില്ലേ? ഈ സംഭവത്തിലുള്ള കാര്യമാണ് കേട്ടോ പറയണേ. അപ്പോൾ അതായത് പന്നികൾ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ഈശോ എന്ത് ചെയ്തു? 2000 എണ്ണമാണ് ഈ പോയോണ്ടിരിക്കണേ, 5-10 എണ്ണം അല്ല. അപ്പോൾ പറഞ്ഞു ശിഷ്യന്മാരോടാ എല്ലാവരും ചാടി വേണം, ഒരു 5 എണ്ണത്തിനെങ്കിലും രക്ഷിക്കടാ എന്ന് പറഞ്ഞോ. ഈശോ പറഞ്ഞില്ല, ഈശോ ഇങ്ങനെ നോക്കി നിൽക്കാണ്, ഇത് എവിടേക്ക് പോണേ. അപ്പോൾ കടലിൽ പോയിട്ട് മുങ്ങിച്ചത്തു. അപ്പൊ ഈശോയ്ക്ക് സന്തോഷമായി അല്ലേ? സന്തോഷമായില്ലേ? ഈശോയ്ക്ക് സന്തോഷമായി എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തുകൊണ്ടാണ് ഈശോ ഈ ഒരു ഭീമമായ നഷ്ടം ആ പ്രദേശത്ത് ഉണ്ടാകാൻ സമ്മതിച്ചത്? എന്തുകൊണ്ടാണ് സമ്മതിച്ചതിന്റെ കാരണം, ഈ പന്നികളിലേക്ക് പോയ പിശാച് എവിടുന്നാണ് വന്നത്? ആകാശത്തുനിന്നാണോ? അല്ല. എവിടുന്നാ? ഒരു വ്യക്തിയിൽ നിന്നാണ് വന്നത്, ഒരു മനുഷ്യാത്മാവിൽ നിന്ന്. അപ്പൊ ഈശോ 2000 പന്നികൾ കിഴക്കാൻ തൂക്കായ മലയുടെ അരികിലൂടെ പോയി കടലിൽ മുങ്ങിച്ചാവുമ്പോ അത് ഈശോ നോക്കി നിൽക്കുകയല്ല. ഈശോ തന്റെ മനുഷ്യാവതാരത്തിന്റെ രഹസ്യം ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. 2000 പന്നിയോ 4000 പശുവോ ചാവുന്നതല്ല, പാപാന്തകാരത്തിൽ വീണുപോയ ഒരു മനുഷ്യാത്മാവിനെ അത്രമേൽ വില നൽകുന്നു ദൈവം, അത്രമേൽ വില നൽകുന്നു ദൈവം. ആ മഹത് രഹസ്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ് ഈ അത്ഭുതത്തിൽ, ഈ ഒരു പൈശാചിക ബാധയെ ബഹിഷ്കരിക്കുന്നതിലൂടെ. അപ്പൊ കാൽവരിയുടെ മലമുകളിൽ ഈശോ 3 ആണുകളിൽ തൂങ്ങിയാടുമ്പോ വഴിയിലൂടെ പോയവർക്ക് പോലും പരിഹസിക്കുവാൻ, അപമാനിക്കുവാൻ, തുപ്പലേൽപ്പിക്കുവാൻ, നിന്ദിക്കുവാൻ പാകത്തിന് ഈശോ നിന്നുകൊടുത്തതിന്റെ രഹസ്യവും ഈ പന്നികളെ കിഴക്കാൻ തൂക്കായ കടലിലേക്ക് അയച്ചതിന്റെ പുറകിലുള്ള അതേ രഹസ്യമാണ്. ഒരു മനുഷ്യാത്മാവിന്റെ രക്ഷയ്ക്ക്, ഒരു മനുഷ്യാത്മാവിന്റെ വിശുദ്ധീകരണത്തിന്, ഒരു മനുഷ്യ വ്യക്തിക്ക് സ്വർഗ സൗഭാഗ്യം നൽകാൻ, അത്രമേൽ സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി സഹിച്ച യേശുവിൻ്റെ കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് മാറണം, നമ്മുടെ ലക്ഷ്യമായിട്ട് മാറണം. ആ കുരിശിന്റെ മുൻപിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഭസ്മമായി പോകുന്നുള്ളതാണ്. യോഹന്നാൻ ഭയങ്കര നിയോഗമുള്ള ആളായിരുന്നു നമ്മളെ പോലെ. യോഹന്നാന്റെ നിയോഗം ഒരു കസേരയാണ്. ഈശോയ്ക്ക് എങ്ങാനും രാജാവാൻ പറ്റുകയാണെങ്കിൽ ഒരു കസേര കിട്ടിയ കൊള്ളാം, അതാണ് യോഹന്നാന്റെ നിയോഗം. ആ നിയോഗങ്ങളൊക്കെ അലിഞ്ഞുപോയി കാൽവരിയുടെ കഥന യാമങ്ങളിൽ. യോഹന്നാന്റെ നിയോഗങ്ങൾ അലിഞ്ഞുപോയി. അതാണ് ഈ യേശുവിൻ്റെ കുരിശ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമുക്കൊരു ശക്തിയാണ്, നമ്മൾക്കതൊരു സംരക്ഷണമാണ്, നമ്മുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാണ്. അതുപോലെ ഒരു നഷ്ടം ഇന്നും സംഭവിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നല്ല മാന്യമായിട്ട് വളർന്നു വരുന്ന ഒരു അത്തിമരത്തിന് ഈശോ എന്ത് ചെയ്തു? എന്താ പറയുക, അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്ത് ചെയ്തത്? ജസ്റ്റ് ഒന്ന് ശപിച്ചു, അത് ഇല്ലാണ്ടായി പോയി, വേറെ ഒന്നും ചെയ്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വളർന്നു വരുന്നൊരു മരമാണ്, അത് കർത്താവ് ശപിച്ചു. മീൻസ് അത് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു, അത് നശിച്ചു പോയി സിമ്പിളായിട്ട്. അതെന്താണ് അതിൻ്റെ കാരണം? എന്താണ് ഈശോ അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്? ഈശോ നമ്മൾ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ ശക്തി ശിഷ്യരെ ബോധ്യപ്പെടുത്തുന്നതിന് മുൻപ് ഈശോ അതിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഈശോ പറയാണ്, നമ്മുടെയും ജീവിതത്തിൻ്റെ ഒരു സാധ്യതയാണ് ഈ അത്തിമരം. ഈ അത്തിമരം ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് പോയോണ്ടിരിക്കണം, നമ്മൾക്കും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന്മേൽ നിറച്ച ഇലകളാണ്, നിറച്ച ഇലയാണ്,
നിറച്ച ഇലയാ, പക്ഷേ ഒരൊറ്റ പഴം ഇതിനകത്തില്ല. ഇതിനകത്ത് ഒരു പഴം ഈ സാധനത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുണ്ട്, അനുദിന വിശുദ്ധ ബലിയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ നോമ്പും ഉപായം എല്ലാം ഉണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് വേണ്ട എല്ലാ ഇലകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ എന്തുണ്ടാവാൻ സാധ്യത? എന്തുണ്ടാത്തത്? ഫലങ്ങളില്ല. അതാണ് പ്രവാചകൻ ജെറമ്യ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത്, അവരുടെ അധരങ്ങളിൽ ഞാനുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ഞാനില്ല. അവരുടെ അധരങ്ങളിൽ ഞാനുണ്ട്, എപ്പോഴും ഞാനാണ്. അവരുടെ അധരങ്ങളിൽ എപ്പോഴും ഞാനുണ്ട്, ഹൃദയത്തിൽ ഞാനില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഇലകൾ കൊണ്ട് മൂടിയ പ്രാർത്ഥനയുടെ, ആത്മീയതയുടെ ഇലകൾ കൊണ്ട് മൂടിയ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ഫലങ്ങളുണ്ടോ? സുവിശേഷത്തിന്റെ മൂല്യങ്ങളുണ്ടോ? അറ്റ്ലീസ്റ്റ് ഈശോ ദൈവമാണ് എന്ന വിശ്വാസമെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. ഈശോ, ഈ ഇലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പഴങ്ങളുണ്ടോ? ഈശോ ദൈവമാണെന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അപ്പോൾ ഈ കാപട്യത്തെ, മനുഷ്യ ഹൃദയങ്ങളിലെ കാപട്യത്തെ കർത്താവ് എന്തുമാത്രം വെറുക്കുന്നു എന്ന ആത്മീയ സത്യമാണ് അത്തിമരത്തെ ശപിക്കുന്നതിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. പിന്നീട് തുടർന്ന് വരുന്ന സ്ഥലം നമുക്കറിയാം. ഫരിസയരെയും നിയമജ്ഞരെയും കർത്താവ് കടന്നാക്രമിക്കുകയാണ് അവരുടെ കാപട്യത്തെ പ്രതി. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങളുണ്ടോ എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? രോഗശാന്തി വരമുണ്ടായതുകൊണ്ടോ? എന്ത് വരങ്ങളുണ്ടായാലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഫലങ്ങളുള്ള വ്യക്തികളാണ്. ഒന്നും നിസ്സാരമാണെന്നല്ല, എല്ലാം നമുക്ക് വേണ്ടതാണ്. പക്ഷേ ഫലങ്ങളില്ലാതെ ഇലകൾ ചൂടി നിൽക്കുന്ന നമ്മുടെ ജീവിതം, അതാണ് പൗലോസ് പറയണത്, ഏറ്റവും ദുർഭകരായ മനുഷ്യരായിട്ട് നമ്മൾ മാറും. എന്ന് പറയുമുള്ളവരെ, നമുക്ക് ഈ യേശുവിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ ഫലം നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, ഈ കാലഘട്ടത്തിലെ നമുക്ക് ഈ വിശ്വാസം, ഈശോ ദൈവമാണ് എന്ന വിശ്വാസം, ഈശോ എൻ്റെ രക്ഷകനാണ് എന്ന വിശ്വാസം, യേശുവിനെ നിന്ദിക്കുന്ന, തള്ളിപ്പറയുന്ന, ഉപേക്ഷിക്കുന്ന, ശപിക്കപ്പെട്ടവനെന്ന് പ്രഖ്യാപിക്കുന്ന ഐഡിയോളജികളും ഫിലോസഫികളും മതവിശ്വാസങ്ങളും പ്രബലപ്പെടുന്ന ഈ കാലത്ത് ഈശോ ദൈവമാണ് എന്ന വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകണം എന്ന് കർത്താവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വിശ്വസിച്ച ഒരു അമ്മയെയാണ് നമ്മൾ ഇന്ന് പ്രത്യേകം ഓർക്കുന്നത്. ഓർക്കണം, പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വിശ്വാസമാണ്. ഈ വിശ്വാസം ലൂക്ക 1:45 പറയണത് അതാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമുക്കൊന്ന് വലതുകര ഉയർത്തി പറഞ്ഞാലോ? കണ്ണടയുമ്പോ പണ്ടച്ഛന്മാരെങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്? വലതുകര ഉയർത്തി, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കണ്ണൊക്കെ ഒന്ന് തുറന്നു നോക്കിയേ. തുറന്നു, എൻ്റെ അല്ല, തൊട്ടടുത്തിരിക്കുന്ന ആളുടെ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ ഈ വിശ്വാസത്തിനെ ദൈവം എന്തുമാത്രം വില കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വിശ്വാസം. അപ്പൊ ഈ ദാനിയേലിന്റെ പുസ്തകത്തിലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. രാജാവ് പറയാണ്, നിങ്ങളെ അഗ്നിയിലേക്ക് ഇടാൻ പോവാ, ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ ദാനിയേൽ പറഞ്ഞു, ദൈവത്തിന് ഞങ്ങൾ രക്ഷിക്കാൻ പറ്റും, ഇനി ദൈവം രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും? ആ ദൈവത്തിൽ എന്ത് ചെയ്യാ? ആ ദൈവത്തിനെ പറ്റില്ല എന്നുകൊണ്ട് എന്താണോ? ദൈവത്തിൽ വിശ്വസിക്കും. അതാണ് ദൈവത്തിനെ ഈ അഗ്നിയിൽ നിന്ന്, സഹനത്തിന്റെ ഈ തീച്ചൂളയിൽ നിന്ന്, ഈ അഗ്നി സമാനമായ പരീക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുണ്ട്. ഇനി അവൻ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു അഭിഷേകം പരിശുദ്ധ അമ്മയിൽ നിന്ന് ഇന്ന് ചോദിച്ചു വാങ്ങണം.
അപ്പൊ നമ്മള് പരിശുദ്ധ അമ്മ എന്താണ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചു. കർത്താവ് എന്താണ് അരുളി ചെയ്തത്? എന്താണ് മറിയത്തോട് പറഞ്ഞത്? കർത്താവ് നിന്നോട് കൂടെ. ആരാണ് കൂടെ? കർത്താവ് നിന്നോട് കൂടെയല്ല, ജസ്റ്റ് ഇങ്ങനെ എവിടെയോ ഉദരത്തിൽ വന്ന് വസിക്കുമ്പോഴെന്ന് പറഞ്ഞ ദൈവം. അവൻ എമ്മനുവേൽ എന്ന് വിളിക്കപ്പെടും. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാവരും ഉറക്കം പറഞ്ഞത് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മനുവേൽ എന്നവൻ വിളിക്കപ്പെടും. അപ്പൊ മറിയത്തോട് പറയാണ്, നിന്റെ ഉദരത്തിൽ ഇനി ദൈവമാണ് വസിക്കാൻ പോണേ, ദൈവമാണ്. അപ്പം മറിയാൻ സന്തോഷമായി. അത് നല്ല കാര്യമാണല്ലോ. ഈ സംഭവം ഇത് ഇച്ചിരി കളറ് കുറവാ, ഞാൻ പട്ടത്തിനിട്ടത് ഇതിനേക്കാളും നല്ല സൂപ്പർ വെട്ടിത്തിളങ്ങണ ഉടുപ്പാണ്. അപ്പൊ അതിട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. സൂപ്പറാണല്ലോ. കുറേ പേര് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മള് ഇങ്ങനെ തിളങ്ങണ കുപ്പായൊക്കെ ഇട്ട് നിൽക്കുന്നത്. അതുപോലെ മറിയത്തിന് സന്തോഷമായി. എന്താണ് പറഞ്ഞത്? പിശാച അല്ലെങ്കിൽ വഴിയെ പോണ ആരെങ്കിലും അല്ല, ദൈവമാണ് കൂടെ. നിങ്ങൾക്കത്ര സന്തോഷമില്ലേ? എനിക്ക് നല്ല സന്തോഷമായിരുന്നു അന്ന്. പക്ഷേ മറിയം അത് കഴിഞ്ഞിട്ട് അങ്ങനെ ദൈവം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മാത്രമല്ല മറിയം ദൈവത്തിൽ വിശ്വസിച്ചത്. പിന്നെ എപ്പോഴൊക്കെ വിശ്വസിച്ചു? എപ്പോഴൊക്കെ വിശ്വസിച്ചത്? എപ്പോഴൊക്കെയാ? ദൈവം കൂടെയുണ്ട്, ദൈവം തൻ്റെ ഉദരത്തിലുണ്ട്, തൻ്റെ കയ്യിലുള്ളത് ദൈവമാണ് എന്ന് മറിയം എപ്പോഴൊക്കെയാ വിശ്വസിച്ചത്? എപ്പോഴൊക്കെയാ? എപ്പോഴും വിശ്വസിച്ചു. എപ്പോഴാണ്? അവർക്ക് പറഞ്ഞേ എപ്പോഴും വിശ്വസിച്ചു. എപ്പോഴും വിശ്വസിച്ചു എന്ന് പറയുമ്പോഴേ, പ്രസവിക്കാനായിട്ട് ഒരു തുണി കൊണ്ടുപോലും മറകെട്ടാൻ കഴിയാതെ ഔസേപിതാവ് കിടന്നു വേർക്കുന്ന കൊടും തണുപ്പുള്ള രാത്രിയിൽ മറിയം വിശ്വസിച്ചു ഈ കുഞ്ഞ് എന്താണെന്ന്, ദൈവമാണെന്ന് വിശ്വസിച്ചു. രാത്രിയുടെ യാമങ്ങളിലെ ജീവൻ പണയം വെച്ച് ഒരു 10 കിലോമീറ്റർ സ്പീഡിൽ പോലും ഓടാൻ കഴിവില്ലാത്ത കഴുതപ്പുറത്ത് ഒരു മണ്ടിയെ പോലെ ഒരു കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് കൊടും തണുപ്പിന്റെ ഉള്ള രാത്രിയിൽ ഇങ്ങനെ പലായനം ചെയ്യുമ്പോൾ മറിയം വിശ്വസിച്ചു. എന്താണ് വിശ്വസിച്ചേ? ദൈവമാണെന്ന് വിശ്വസിച്ചു. ദൈവമാണെന്ന്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് മനുഷ്യര് വന്ന് മറിയത്തോട് പറഞ്ഞു, മോളെ ആ ചെക്കന് ഭ്രാന്ത് പിടിച്ചേക്കാണ്, വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടുപോ. അപ്പൊ മറിയ എന്താ വിശ്വസിച്ചത്? ഈശോയ്ക്ക് എന്താണെന്ന്? ഭ്രാന്താണെന്നല്ല വിശ്വസിച്ചത്. ഈശോ ആരാണെന്ന് വിശ്വസിച്ചു? ദൈവമാണെന്ന് വിശ്വസിച്ചു. കാൽവരിയുടെ നെറുകയിൽ ലോകം മുഴുവനും ഇവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് നഗ്നനാക്കി അപമാനത്തിന്റെ പൂർണ്ണതയിൽ അവനെ കുരിശിൽ തറച്ചപ്പോ ആ കാൽവരിയുടെ ചുവട്ടിൽ നിറമിഴികളോടെ ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് അവൾ വിശ്വസിച്ചു. എന്ത്? ഈശോ ദൈവമാണെന്ന്. ആ അതാണ് ഇനി ആ വചനം എന്ന് പറഞ്ഞേ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങൾ, നെരിപ്പോട് പോലെ ഉരുകുന്ന നമ്മുടെ ജീവിതത്തിന്റെ കഥനയാമങ്ങൾ മറിയത്തിന്റെ മുമ്പിലെ എന്ന പോലെ ഒരു വെല്ലുവിളി ദൈവം ഉയർത്തുവാണ്. ഈ ജീവിതത്തിന്റെ നെരിപ്പോട് അനുഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈശോ ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ കുരിശിനെ സ്നേഹത്തോടെ ചുംബിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് ദൈവം നമ്മോട് ചോദിക്കുകയാണ്. നമുക്ക് ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകം അണപൊട്ടി ഒഴുകിയ കാൽവരിയിലെ ബലി വീണ്ടും അർപ്പിക്കപ്പെടുന്ന ഈ അൾത്താരയിൽ നിന്ന് ഒരു വിശ്വാസത്തിൻ്റെ പകരപ്പെടുന്ന അഭിഷേകം ഈ കൂട്ടായ്മയിലേക്ക് ആവസിക്കട്ടെ എന്ന് പാപിയായ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ഈ ഒരു വിശ്വാസം, പ്രിയമുള്ളവരെ, നമ്മളിനി മുമ്പോട്ട് പോകുന്ന കാലഘട്ടം അതിശക്തമായി ഈശോ തകർക്കപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈശോ ശപിക്കപ്പെട്ടവനും വെറുക്കപ്പെടേണ്ടവനുമാണെന്ന് ചെണ്ട കൊട്ടി ആളുകൾ പ്രഘോഷിക്കുന്ന സമയം വരുന്നു. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ യുവതലമുറയ്ക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈശോയെ പറ്റിയുള്ള നിന്ദാപമാനങ്ങൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞു. അവർ ചുമ്മാ വെറുതെ കുമ്പസാര കൂടി കാണുമ്പോൾ ഓടണതല്ല, നല്ല ബോധ്യം അവർക്കുണ്ട് ഈശോയെ കൊണ്ട് 5 പൈസൻ്റെ ഉപകാരമില്ല എന്ന്.
അങ്ങനെ പഠിപ്പിക്കുന്നവരും അതിന് ഡോക്ടറേറ്റ് എടുത്തവരുമൊക്കെ പ്രൊഫഷണൽ ആൻറ്റി ക്രൈസ്റ്റുകളുടെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോണത്. എന്ത് സാധനം? പ്രൊഫഷണൽ ആൻറ്റി ക്രൈസ്റ്റ് ആൾക്കാരുടെ സമൂഹത്തിലേക്കാണ് നമ്മൾ കാലുവെക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം അവസാനിപ്പിക്കാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ഒരു കാലഘട്ടം മുഴുവൻ നമ്മുടെ മലയാള സിനിമയുടെ പേരും കഥാപാത്രങ്ങളുടെ പേരും അതുപോലെ അതിൻ്റെ പ്രമേയങ്ങൾ നോക്കിയാൽ അറിയാം, മുഴുവനും എങ്ങനെ ഈ ബുക്കിനെ നശിപ്പിക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമങ്ങളാണ് മലയാള സിനിമയിലെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകളിൽ നടന്നത്. പ്രിയമുള്ള, അതിൻ്റെ പരിണിത ഫലം ഇപ്പോൾ മലയാള സിനിമ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തയൊക്കെ കാണാറില്ലേ? ആ വാർത്ത കാണുമ്പോൾ മനസ്സിൽ വരേണ്ട ഒരു വചനമുണ്ട്. പൗലോസ്ലീഹായോട് പറഞ്ഞത്, മോനെ, ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് ഗുണം ചെയ്യില്ല. ഇന്ന് മലയാള സിനിമ കഴിഞ്ഞ പതിറ്റാണ്ട് മുഴുവൻ ഈശോയാകുന്ന സുവിശേഷമാകുന്ന ഈ രക്ഷയുടെ ഇരുമ്പാണിമേൽ ആഴത്തിൽ തൊഴിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്നത്തെ നമ്മുടെ ന്യൂസ് ചാനൽ അന്തിച്ചർച്ചകൾ ആഘോഷമാക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുവിനെ തൊട്ടവരൊക്കെ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ, ഈശോയെ ഏറ്റു പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ മക്കൾ കടന്നു പോകുന്നത്, യുവതലമുറ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് വെറുതെ നമ്മുടെ രോഗം മാറുന്ന അതൊന്നും വേണ്ടാന്നല്ല കേട്ടാ. എനിക്കും കുറച്ച് രോഗങ്ങളൊക്കെ മാറാണ്ടെന്ന്, അതൊന്നും വേണ്ടാന്നല്ല. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് മറിയത്തെ പോലെ ശക്തമായ ഒരു വിശ്വാസത്തിന്റെ ഒരു അഭിഷേകം, ഈശോ ദൈവമാണെന്ന ആഴമായ ബോധ്യം നമ്മുടെ ഉള്ളിലെ കർത്താവ് നൽകാൻ വേണ്ടി അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിശ്വാസത്തിന്റെ ഒരു അഭിഷേകം ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ വിശുദ്ധ ബലി ഒരു നിമിഷം, കുറേ പേര് കണ്ണടച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരും കൂടി ഒന്ന് കണ്ണടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിക്കുകയാണ്. 1.5 രൂപയുടെ വിലയില്ലാത്ത ഒരു ഗോതമ്പപ്പത്തിലേക്ക് അങ്ങ് വന്ന് വസിക്കുന്ന ഈ അൾത്താരയിലെ ഞങ്ങളുടെ ജീവിതങ്ങളെ, ബലഹീനമായ ജീവിതങ്ങളെ, രോഗങ്ങളുള്ള, കുറവുകളുള്ള, പ്രതിസന്ധികളുള്ള, നിന്ദാപമാനങ്ങളുള്ള ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുക. ഈ അപ്പത്തെ വാഴ്ത്തി നിന്റെ ശരീരമാക്കി മാറ്റുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെയും എടുത്ത് ഉയർത്തി വാഴ്ത്തി നിന്റെ ശരീരമാക്കി, നിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഈശോ ദൈവമാണ് എന്ന് വിശ്വസിച്ച അമ്മയിൽ നിറഞ്ഞ ആത്മാഭിഷേകം ഈ സമൂഹത്തിലും ഈ വിശുദ്ധ ബലി മധ്യേ പകരപ്പെടാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ.